ഓം ശ്രീമാത്രേ നമ. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ അമ്മയുടെ സ്ഥൂലരൂപ വർണ്ണനയിൽ 39ാമത്തെ നാമമന്ത്രം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത. ഈ മന്ത്രം പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് പദച്ഛേദം ചെയ്ത് ഒന്ന് റിവേഴ്സിൽ ചൊല്ലി നോക്കാം. അന്വിത ഊരുദ്വയാന്വിത മാർദ്ദവോരുദ്വയാന്വിത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണയായി നമ്മൾ ചൊല്ലുമ്പോൾ കാമേശജ്ഞാതം എന്ന് ചൊല്ലിപ്പോകുമ്പോൾ ആ മന്ത്രം ചൊല്ലുന്നതിൽ ഒരു ചെറിയൊരു തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ ഉദ്ദേശിച്ചിരിക്കുന്നത് കാമേശജ്ഞാതമാണ്, കാമേശ്വരന് മാത്രം അറിയുന്നത്. അപ്പോൾ നമ്മൾ കാമേശജ്ഞാതം എന്ന് ചൊല്ലുമ്പോൾ അവിടെ കാമേശ കഴിഞ്ഞിട്ട് ആ എന്ന് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കാമേശ്വരന് അജ്ഞാതമായത് എന്നൊരർത്ഥം വരും. അപ്പോൾ ഈ മന്ത്രാർത്ഥം കംപ്ലീറ്റ് മാറിപ്പോകും. അതുകൊണ്ട് കാമേശജ്ഞാതം, ആ കാമേശ എന്നൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ കറക്റ്റായി കിട്ടും. പിന്നെ സൗഭാഗ്യം, ഭാ ശ്രദ്ധിക്കണം, ഘോഷശബ്ദമാണ്, മഹാപ്രാണൻ. പിന്നെ മാർദ്ദ, രണ്ട് ദായാണ് അവിടെ, അപ്പോൾ ഒന്ന് രണ്ട് ദകാരം വരുന്നത് കൊണ്ടൊന്ന് സ്ട്രെസ് ചെയ്തിട്ടാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ ഊരുദ്വയങ്ങളാണ്. പിന്നെ ദ പ്ലസ് വായാണ്, ദ്വ. പിന്നെ അന്വിത, ന പ്ലസ് വ, അന്വിത എന്ന് നീട്ടേണ്ടതാണ്. ഈ മന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ടതാണ്. അതുകൊണ്ടാണ് ഓ ചോ എന്ന് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം, കാമേശ്വരന് മാത്രം, സാക്ഷാൽ പരമേശ്വരന് മാത്രം ജ്ഞാതമായ, അറിയുന്ന സൗഭാഗ്യ, അതായത് സൗന്ദര്യമുള്ള, മാർദ്ദവങ്ങളായ, അത്രയധികം പതുപതുത്ത ഊരുദ്വയങ്ങൾ, അമ്മയുടെ തുടകളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തുടകളോടുകൂടി അന്വിത, കൂടിച്ചേർന്നവൾ. അപ്പം അമ്മയുടെ പാതിവ്രത്യത്തെ കുറിച്ചിട്ടാണ് ഈ മന്ത്രത്തിൽ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. ഓം ശ്രീമാത്രേ നമഃ.